ഹലോ, ഡോക്ടർ മാർസി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫാമിലി പാത്തോളജി സ്കെയിലിനെ കുറിച്ചാണ്. ഫാമിലി പാത്തോളജി സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ വിമല വീരരാഘവനും ഡോക്ടർ അർച്ചന ഡോഗ്രയുമാണ്. ഇതിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫാമിലി സറൗണ്ടിങ്സിൽ ഒരു വ്യക്തിയുടെ പെർസെപ്ഷൻ എങ്ങനെയാണ് ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചുള്ളത്. കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ഫാമിലിയെ കാണുന്നത്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഫാമിലിയിൽ എങ്ങനെയാണ് ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് 42 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് പറയുകയാണെങ്കിൽ, ഐ തിങ്ക് ദാറ്റ് മൈ ഫാമിലി മെമ്പേഴ്സ് ഹാവ് സിമ്പതി ഫോർ മീ. ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിലേതിൽ വേണേലും നമുക്ക് ടിക്ക് ചെയ്യാം. മോസ്റ്റ് ഓഫൺ, ഒക്കേഷണലി, നെവർ. ഇതേപോലെ 42 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിത് നമ്മുടെ ക്ലയൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പേഷ്യൻറ്റിനെ കൊണ്ടോ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കിത് ചെയ്യാനുള്ളത് ഓരോ സ്റ്റേറ്റ്മെൻറ്റും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വിട്ടുപോകാതെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫൺ, ഒക്കേഷണലി, നെവർ. ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് ടിക്ക് ചെയ്യാം. രണ്ടിലും ടിക്ക് ചെയ്യട്ടെ, ഏതെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് ടിക്ക് ചെയ്യാം. അപ്പോൾ അവരത് ടിക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ലാസ്റ്റ് നമുക്ക് 42 നമുക്കറിയാം സ്കോർ എടുക്കാൻ പറ്റും. നമുക്ക് 42 ഐറ്റംസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ 42 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 126 ആണ്. 42 × 3 എന്ന് പറയുമ്പോൾ 126 നമുക്ക് മാക്സിമം കിട്ടും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും വിട്ടുപോകാതെ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ടിക്ക് ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്കോർ കിട്ടിക്കഴിയുമ്പം അതിനെ ആ സ്കോറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഹൈ പാത്തോളജി ആണെങ്കിൽ 99 മുതൽ 126 വരെയാണ്. മോഡറേറ്റ് പാത്തോളജി ആണെങ്കിൽ 64 മുതൽ 98 വരെയാണ്. ലോ പാത്തോളജി അല്ലെങ്കിൽ നോ പാത്തോളജി ആണെങ്കിൽ 42 മുതൽ 63 വരെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്കോർ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഈ സ്കോറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും എങ്ങനെയാണ്, അതായത് ഹൈ സ്കോറാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആ ഒരു പേഴ്സൻ്റെ, ആ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്. നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പം ഹസ്ബൻഡിനും വൈഫിനും സെപ്പറേറ്റ് സ്കെയിൽ കൊടുത്ത് അവരെ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് ടിക്ക് ചെയ്യിപ്പിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈ പാത്തോളജി കിട്ടുകയാണെങ്കിൽ, ഹൈ പാത്തോളജി എന്ന് പറയുമ്പോൾ 99 മുതൽ 126 വരെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫാമിലിയിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതായത് ആ ഫാമിലി മെമ്പേഴ്സിൻ്റെ അവിടെയുള്ള നമ്മൾ ചെയ്യിപ്പിച്ച് ഇൻഡിവിജ്വലിൻ്റെ എക്സ്ട്രീം കോൺഫ്ലിക്റ്റ് ആയിരിക്കും ആ ഫാമിലിയിൽ ഉണ്ടാവുക. അവർ തമ്മിൽ ഭയങ്കര ശത്രുതയായിരിക്കും. ഇമോഷണലി, വെർബലി, ഫിസിക്കലി അബ്യൂസ് ഉണ്ടാവാം. ദെൻ പുവർ കമ്മ്യൂണിക്കേഷൻ ആവാം. അവർ തമ്മിൽ ഒരു ഓണസ്റ്റ്ലി ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അൺസോൾവ്ഡ് പ്രോബ്ലംസ് ഒരുപാട് ആ ഫാമിലിയിലുണ്ട് എന്നുള്ളതാണ്. ദെൻ ഡിസ്ഫങ്ഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ഒരു ക്യാരക്ടറിസൈസ് പറയുകയാണെങ്കിൽ റോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. കുട്ടികളൊക്കെ ആണെങ്കിൽ പേരൻറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റോൾ കൺഫ്യൂഷൻ വന്നു. ദെൻ ലാക്ക് ഓഫ് സപ്പോർട്ടാണ്. ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഇമോഷണലി ഒരു ഡിസ്റ്റൻ്റ് ആയിരിക്കും അവർ വെച്ചിരിക്കുന്നത്. അപ്പം ഐസൊലേറ്റഡ് ആവും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഒരു ഫാമിലി മെമ്പറും മറ്റൊരു ഫാമിലി മെമ്പറും തമ്മിലുള്ള ഇമോഷണൽ വാംത്ത് ഉണ്ടാവില്ല, എമ്പതി ഉണ്ടാവില്ല, മ്യൂച്വൽ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ സപ്പോർട്ടിലും വ്യത്യാസം വന്നു. ദെൻ മലഡാപ്റ്റീവ് ബിഹേവിയർ വരും ഇതുകൊണ്ട്, അതായത് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വരാം, അഡിക്ഷൻ വരാം. അപ്പോൾ ആ ഫാമിലിയിൽ ആ എൻവയോൺമെൻറ്റ് തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഹൈ പാത്തോളജി വന്നു കഴിയുമ്പോൾ ദെൻ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ട് തന്നെ അവിടെ കുറേയധികം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പം അഗ്രഷൻ ഉണ്ടാവാം, സിവിയർ ആൻസൈറ്റി ഉണ്ടാവാം, ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവാം. അപ്പോൾ ഒരു ഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഹൈ പാത്തോളജി നമ്മൾ ടെസ്റ്റ് ചെയ്യിപ്പിച്ച ഇൻഡിവിജ്വലിന് വരികയാണെങ്കിൽ. ഇനി രണ്ടാമത് നമുക്ക് കിട്ടുന്നത് മോഡറേറ്റ് പാത്തോളജി ആണെങ്കിൽ 64 മുതൽ 98 വരെയാണ്. അപ്പോൾ മോഡറേറ്റ് ഫാമിലി പാത്തോളജിയും ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ഫങ്ഷൻ അവിടെ ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവർ തമ്മിൽ റിസോൾവ് ചെയ്യാത്ത ഒരുപാട് പ്രോബ്ലംസ് അവർ തമ്മിലുണ്ടാവും, ശത്രുത ഉണ്ടാകും. ദെൻ
കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കില്ല അവിടുത്തേതും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ലെങ്കിൽ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെയും പ്രോബ്ലം ഉണ്ട്, അഗ്രഷൻ ഉണ്ട്, ദെൻ ഇമോഷണൽ വിത്ഡ്രോവൽ ഉണ്ട്. ചില വളരെ പ്രാധാന്യമുള്ള ടോപ്പിക്സ് ഓരോരോ വീട്ടിൽ സംസാരിക്കാതിരിക്കുന്നു, ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിൽ സംസാരിക്കാതിരിക്കുന്നു. അപ്പോൾ അവിടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ വരുന്നു. അപ്പോൾ ഒരു ഇമോഷണൽ സ്ട്രഗിൾ വരുന്നു. അപ്പോൾ അവിടെ ഒരു എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നു. അതേപോലെ തന്നെ ഇമോഷണൽ സപ്പോർട്ട് അവിടെയും വളരെ കുറവായിരിക്കും. എന്നാൽ ഹൈ പാത്തോളജിയുടെ അത്രയും ഇല്ലെങ്കിലും കുറച്ചുകൂടി താഴെയാണെങ്കിലും ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർ തമ്മിൽ എപ്പോഴും ഒരു അഗ്രസീവ് ലെവലായിരിക്കും ഫാമിലിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് കുറവായിരിക്കും, അവർ തമ്മിലുള്ള ആ ഒരു ലവിങ് കണ്ടീഷൻ അവിടെ കുറവായിരിക്കും, എൻവയൺമെൻറ്റ് അവിടുത്തെ മാറിയായിരിക്കും, റിസ്ക് ഫാക്ടേഴ്സ് ഒത്തിരി ഉണ്ടാവും, ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാവും, പാത്തോളജി ലെവല് ഒരു മോഡറേറ്റ് ലെവലിലാവുമ്പോൾ. അപ്പോൾ അതും ഡിസോർഡറിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനി ലോ ഫാമിലി പാത്തോളജിയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അത് വന്നിട്ട് 42 മുതൽ 63 വരെയാണ് അതിൻ്റെ സ്കോർ വരുന്നത്. അവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, സ്റ്റേബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ സ്ട്രക്ചർ ആയിരിക്കും അവിടെ ഫാമിലിയുടേത്, സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടാവും ഓരോ തമ്മിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും, വാംത്ത് ഉണ്ടാവും, എമ്പതി ഉണ്ടാവും, പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഓരോ വ്യക്തിക്കും പോസിറ്റീവ് ഡെവലപ്മെൻറ്റ് ആ ഫാമിലിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് അവർ തമ്മിലൊരു ഹെൽത്തി ഡെവലപ്മെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഏറ്റവും നല്ലത് നോ പാത്തോളജി കിട്ടുകയാണല്ല, അതായത് 42 മുതൽ 63 വരെ. ഇങ്ങനെയാണെങ്കിലും അവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ നോക്കുമ്പോൾ, കൗൺസിലിങ്ങിന് വന്ന ഫാമിലി മെമ്പേഴ്സിനെ നോക്കുമ്പോൾ ലോ പാത്തോളജിയാണ് കിട്ടിയത് എങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവർ ഒരുമിച്ചാണോ താമസിക്കുന്നത്, അതോ സെപ്പറേറ്റഡ് ആയിട്ടാണോ താമസിക്കുന്നത്, ഇനി ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ഒരേ വീട്ടിൽ 2 റൂമിലാണോ താമസിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കണം. ലോ പാത്തോളജി കിട്ടിയത് കൊണ്ട് അത് ഏറ്റവും കറക്റ്റാണ് എന്നുള്ളതല്ല പറയുന്നത്, ആ ഫാമിലി സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഫാമിലി എൻവയൺമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇനി ഹൈ പാത്തോളജി കിട്ടിയെങ്കിൽ നമ്മൾ അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താണ്, അവർക്ക് എവിടെയൊക്കെയാണ് മോസ്റ്റ് ഓഫൺ കിട്ടിയത്, ഒക്കേഷണലി കിട്ടിയത്. മോസ്റ്റ് ഓഫണിന് 3 മാർക്കാണ്. അപ്പോൾ 3 മാർക്ക് കിട്ടിയതിൽ നമുക്കറിയാം 3ആണ് സ്കോർ കിട്ടിയതെങ്കിൽ ആ ഏരിയയൊക്കെ അവർ മാറ്റിക്കൊണ്ട് വരേണ്ടതാണ്, അവരിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്ത് പഠിച്ച് എവിടെയൊക്കെ അവർക്ക് 3 സ്കോർ കിട്ടിയിട്ടുണ്ട്, എവിടെയൊക്കെ 2 സ്കോർ കിട്ടിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് സ്കോർ കൂടിയത്, അപ്പോൾ ആ സ്കോർ കൂടിയ ഏരിയയൊക്കെയാണ് അവരിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ മോഡറേറ്റിലും അതുപോലെ തന്നെ എവിടെയാണ് അവർക്ക് സ്കോർ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് നോക്കിയിട്ട് വേണം നമ്മൾ കൃത്യമായിട്ട് ഫാമിലി പാത്തോളജി സ്കെയിൽ ചെയ്യുമ്പം, കൗൺസിലിംഗ് ചെയ്യുമ്പം നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഓരോ ഫാമിലിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ഫാമിലി എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഫാമിലി പാത്തോളജി സ്കെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർക്ക് മോസ്റ്റ് ഓഫൺ എന്ന് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ മോഡറേറ്റിലാണെങ്കിലും അതേപോലെ തന്നെ മോസ്റ്റ് ഓഫണും ഒക്കേഷണലിയും ഇത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫാമിലി പാത്തോളജി സ്കെയിൽ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Okay, thank you.